ഹായ് ഫ്രണ്ട്സ്, റൂട്ടിംഗ് ആൻഡ് റൂട്ടിംഗ് അൽഗോരിതംസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പം എന്താണ് റൂട്ടിംഗ് അൽഗോരിതം എന്താണെന്ന് നോക്കാം. Routing is the process of establishing the routes that the data packets must follow to reach the destination. In this process, a routing table is created which contains information regarding routes which data packets follow. Various routing algorithms are used for the purpose of deciding which route an incoming data packet needs to be transmitted on to reach destination efficiently. അപ്പം റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഡാറ്റ പാക്കറ്റിന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാത്ത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ പാക്കറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുക. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയുക. അപ്പം നമ്മുടെ ഡാറ്റ പാക്കറ്റ്സ് കറക്റ്റായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റൂട്ടിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പാത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ഡാറ്റ പാക്കറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് റീച്ച് ചെയ്യാമെന്ന് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതമാണ് റൂട്ടിംഗ് അൽഗോരിതം. അപ്പോൾ റൂട്ടിംഗ് അൽഗോരിതം ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. അപ്പോൾ എന്താണ് റൂട്ടിംഗ് അൽഗോരിതം നമുക്ക് നോക്കാം. അപ്പോൾ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് എ പ്രോസസ്സാണ്. ഒരു പ്രോസസ് ഡാറ്റ പാക്കറ്റിനെ സെൻഡ് ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാത്ത്, അതിന് നമ്മൾ റൂട്ട് എന്ന് പറയാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ ഇനി എന്താണ് റൂട്ടിംഗ് അൽഗോരിതംസ് എന്ന് പറഞ്ഞ് ഒരുപാട് റൂട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് റൂട്ടിംഗ് അൽഗോരിതംസ് എന്ന് നോക്കാം. Classifications of routing algorithm. The routing algorithms can be classified as follows. ഇപ്പോൾ റൂട്ടിംഗ് അൽഗോരിതംസ് ഒരുപാടുണ്ട്. നമുക്ക് കുറച്ച് റൂട്ടിംഗ് അൽഗോരിതംസിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, adaptive algorithm. These are the algorithms which change their routing decisions whenever network topology of traffic load changes, also known as dynamic routing. അപ്പം അഡാപ്റ്റീവ് റൂട്ട് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റൂട്ടിംഗ് ആണ്. അതായത് അതിൻ്റെ മറ്റൊരു പേരാണ് ഡൈനാമിക് റൂട്ടിംഗ്. ആസ് എ നെയിം ഡൈനാമിക്, നമുക്കറിയാം ഡൈനാമിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അല്ല, അതായത് സ്റ്റേബിൾ അല്ല. അപ്പം അഡാപ്റ്റീവ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ അല്ലാത്തൊരു അൽഗോരിതം. അതായത് നമ്മുടെ നെറ്റ്വർക്ക് ടോപ്പോളജിയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നമ്മുടെ റൂട്ടിംഗ് ഡിസിഷൻസ് ചേഞ്ച് വരും. ആ ഒരു അൽഗോരിതത്തിന് പറയുന്ന പേരാണ് അഡാപ്റ്റീവ് അൽഗോരിതം അല്ലെങ്കിൽ ഡൈനാമിക് റൂട്ടിംഗ്. അപ്പം അഡാപ്റ്റീവ് അൽഗോരിതം അതാണ്. ഇനി ബേസ്ഡ് ഓൺ ദ പാരാമീറ്റേഴ്സ് ഹോപ്പ് കൗണ്ട്, ഡിസ്റ്റൻസ് ആൻഡ് ട്രാൻസിറ്റ് ടൈം ദ റൂട്ടിംഗ് വിൽ ബി ഡിസൈഡഡ്. ഇപ്പോൾ നമ്മുടെ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്: ഹോപ്പ് കൗണ്ട്, ഡിസ്റ്റൻസ്, ട്രാൻസിറ്റ് ടൈം. ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ റൂട്ടിംഗ് ഡിസൈഡ് ചെയ്യുക. റൂട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് അത്രയുള്ളൂ അഡാപ്റ്റീവ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ സെക്കൻഡ് വൺ, നോൺ അഡാപ്റ്റീവ് റൂട്ടിംഗ് ഓർ നോൺ അഡാപ്റ്റീവ് അൽഗോരിതം. നോൺ അഡാപ്റ്റീവ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റൂട്ടിംഗ് ആണ്. അതായത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ചേഞ്ച്, അതായത് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നോൺ അഡാപ്റ്റീവ് അൽഗോരിതം ചേഞ്ച് ചെയ്യൂല, റൂട്ടിംഗ് ചേഞ്ച് ചെയ്യൂല. ദീസ് ആർ ദ അൽഗോരിതം വിച്ച് ഡു നോട്ട് ചേഞ്ച് ദെയർ റൂട്ടിംഗ് ഡിസിഷൻസ് വൺസ് ദേ ഹാവ് ബീൻ സെലക്റ്റഡ്. അപ്പം നോൺ അഡാപ്റ്റീവ് റൂട്ടിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടിംഗ് ഡിസിഷൻസിൽ ചേഞ്ച് വരില്ല, ഒരു ചേഞ്ചും വരില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്റ്റാറ്റിക് റൂട്ടിംഗ് എന്ന് പറയാം. സ്റ്റാറ്റിക് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരാത്ത അൽഗോരിതം. അപ്പം സ്റ്റാറ്റിക് റൂട്ടിംഗ് നമ്മൾ ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു ഡാറ്റ പാക്കറ്റിന് വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെക്കും. അതാണ് സ്റ്റാറ്റിക് റൂട്ടിംഗ്. ഇപ്പം അഡാപ്റ്റീവ് റൂട്ടിങ്ങും നോൺ അഡാപ്റ്റീവ് റൂട്ടിങ്ങും അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഏതാണെന്ന് നോക്കാം. ഗ്ലോബൽ റൂട്ടിംഗ്. റൂട്ടേഴ്സ് യൂസ് റൂട്ടിംഗ് അൽഗോരിതംസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻ. അപ്പം ഒരു എന്താ പറയുക, ഡാറ്റ പാക്കറ്റ് ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി നമ്മൾ ബെസ്റ്റ് റൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനാണ് നമ്മുടെ റൂട്ടേഴ്സ് ബെസ്റ്റ് പാത്താണ് സെലക്ട് ചെയ്യുക. ഗ്ലോബൽ റൂട്ടിങ്ങിൽ, ഇൻ ഗ്ലോബൽ റൂട്ടിംഗ് അൽഗോരിതം എവറി റൂട്ടർ ഹാസ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ അതർ റൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക് ആൻഡ് ദ ട്രാഫിക് സ്റ്റാറ്റസ് ഓഫ് ദ നെറ്റ്വർക്ക്. ഗ്ലോബൽ റൂട്ടിംഗ് അൽഗോരിതത്തിൽ എല്ലാ റൂട്ടറുടെ അടുത്തും മറ്റുള്ള നെയ്ബറിംഗ് റൂട്ടേഴ്സിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാഫിക്കും ഉണ്ടാവും. നെറ്റ്വർക്കിൻ്റെ ട്രാഫിക് സ്റ്റേറ്റസും അതേപോലെ തന്നെ മറ്റുള്ള റൂട്ടേഴ്സിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഗ്ലോബൽ റൂട്ടിംഗ് അൽഗോരിതത്തിൽ എല്ലാ റൂട്ടറുടെ അടുത്തും ഉണ്ടാവും. ദീസ് അൽഗോരിതംസ് ആർ ഓൾസോ നോൺ ആസ് ലിങ്ക് സ്റ്റേറ്റ് അൽഗോരിതം. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ റൂട്ടിംഗ് അൽഗോരിതത്തിന് വേറൊരു പേരാണ് ലിങ്ക് സ്റ്റേറ്റ് അൽഗോരിതം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗ്ലോബൽ റൂട്ടിങ്ങിൽ പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡീസെൻട്രലൈസ്ഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു റൂട്ടിംഗ് അൽഗോരിതമാണ്.
Decentralized routing allows all computers in the network to make their own routing decisions following a formal routing protocol. ഡീസെൻട്രലൈസ്ഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു റൂട്ടിംഗ് പ്രോട്ടോക്കോൾ വെച്ചിട്ട് നമ്മുടെ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ദെയർ ഓൺ റൂട്ടിംഗ് ഡിസിഷൻ, അതായത് അവരുടേതായ റൂട്ടിംഗ് പാത്ത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതാണ് ഡീസെൻട്രലൈസ്ഡ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. In MAN and WAN, the routing table for each computer is developed by its individual network manager. മാൻ ആൻഡ് വാൻ നെറ്റ്വർക്കിൽ റൂട്ടിംഗ് ടേബിൾ ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഡെവലപ്പ് ചെയ്യുക അതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് നെറ്റ്വർക്ക് മാനേജർ ആയിരിക്കും. Then in local area networks, the routing table used by all computers on the network are usually developed by one individual or a committee. ഇപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ റൂട്ടിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒന്നെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓർ എ കമ്മിറ്റി, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരിക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ റൂട്ടിംഗ് ടേബിൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. Most decentralized routing protocols are self-adjusting. They can automatically adapt to changes in the network configuration. Example, adding and deleting computers and circuit. ഡീസെൻട്രലൈസ്ഡ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് അഡ്ജസ്റ്റിങ്, അതായത് അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പിന്നെ കമ്പ്യൂട്ടേഴ്സിന് അതിൻ്റെ സർക്യൂട്ട്സിന് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസ്ഡ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. ദെൻ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ്, നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് റൂട്ടിംഗ് അൽഗോരിതമാണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ്. Link state routing is a second family of the routing protocols. Link state routing uses link state routers to exchange messages that allow each router to learn the entire network topology. ഇപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ആണ്. പ്രോട്ടോക്കോൾ നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പം റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഒരു അൽഗോരിതമാണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാക്കറ്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടറാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് യൂസസ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടേഴ്സ് ടു എക്സ്ചേഞ്ച് മെസ്സേജസ് ദാറ്റ് അലോ ഈച്ച് റൂട്ടർ ടു ലേൺ ദ എൻറ്റയർ നെറ്റ്വർക്ക് ടോപ്പോളജി. അപ്പോൾ ഒരു നെറ്റ്വർക്ക്, അതായത് ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ടോപ്പോളജീസിനെ പറ്റിയിട്ടും ലേൺ ചെയ്യാനും അതിൻ്റെ മെസ്സേജ് പാസ് ചെയ്യാനും മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാനും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതത്തിൽ യൂസ് ചെയ്യുക ഒരു ലിങ്ക് സ്റ്റേറ്റ് റൂട്ടറാണ്. അത്രയേ ഉള്ളൂ ഇതിൽ. ഇനി നമുക്കതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്, ഫസ്റ്റത്തെ ഫീച്ചറാണ് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്. ഇറ്റ് ഇസ് എ സ്മോൾ പാക്കറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് റൂട്ടിംഗ് ഇൻഫർമേഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സ്മോൾ പാക്കറ്റിനെയാണ് നമുക്ക് ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ് എന്ന് പറയാൻ പറ്റും. ദെൻ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ്, നമുക്കറിയാം ഡാറ്റാബേസ് എല്ലാ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു റൂട്ടിങ്ങിൻ്റെ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റിൻ്റെ എല്ലാ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. Then shortest path first algorithm or Dijkstra algorithm. Well, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുക ഡിജിക്സ്ട്ര അൽഗോരിതം ആണ്. അതായത് വെച്ചാൽ നമ്മുടെ പാത്ത് ഷോർട്ടസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യാനും ഷോർട്ടസ്റ്റ് പാത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. എ കാൽക്കുലേഷൻ പെർഫോം ഓൺ ദ ഡാറ്റാബേസ് റിസൾട്ട്സ് ഇൻ ടു ദ ഷോർട്ടസ്റ്റ് പാത്ത്. നമ്മൾ ഡാറ്റാബേസിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് അത്, ഷോർട്ടസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റൂട്ടിംഗ് ടേബിൾ, ഇറ്റ് ഈസ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ഓർ നോൺ പാത്ത്. നമ്മുടെ റൂട്ടിങ്ങിൻ്റെ പാത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടേബിളാണ് റൂട്ടിംഗ് ടേബിൾ. അപ്പം അതാണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്, നെക്സ്റ്റ് റൂട്ടിംഗ് അൽഗോരിതമാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്. ഡെഫിനിഷൻ വായിക്കാം. Distance vector routing is an asynchronous algorithm in which node x sends the copy of its distance vector to all its neighbors. When node x receives a new distance vector from one of its neighboring vector v, it saves the distance vector of v and uses the Bell-Manifold equation to apply its own distance vector. അപ്പം ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അസിൻക്രോണസ് റൂട്ടിംഗ് അൽഗോരിതമാണ്. അതിൽ ഒരു നോഡ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ നോഡ് അതിൻ്റെ കോപ്പി, അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ കോപ്പി നെയ്ബറിംഗ് നോഡ്സിന് സെൻഡ് ചെയ്യും. അതാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു റൂട്ടിംഗ് പ്രോസസ്സിൽ അതിൻ്റെ ഒരു നോഡ് അതിൻ്റെ നെയ്ബറിംഗ് നോഡ്സിൻ്റെ ഡിസ്റ്റൻസ് അതിൻ്റെ ഒരു കോപ്പി നെയ്ബറിംഗ് നോഡ്സിന് സെൻഡ് ചെയ്യും. അപ്പം നോഡ് എക്സിന് അതിൻ്റെ വേറൊരു ഡിസ്റ്റൻസ് വെക്റ്റർ റിസൾട്ടായിട്ട് കിട്ടും. അതാണ് നമ്മുടെ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ യൂസ് ചെയ്യുക ബെൽ-മാൻഫോർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ബെൽ-മാൻഫോർഡ് അൽഗോരിതമാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൽ യൂസ് ചെയ്യുക. ഇനി ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
It is stable and proven method. Distance vector was the original routing algorithm. Distance vector routing ആണ് original routing algorithm ആണ്. അത് stable ആണ്, proven method ആണ്. Easy to implement and administer. അത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനും വളരെ ഈസിയാണ്. ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ്സ് നെഗ്ലിജിബിൾ ഫോർ എ ടിപ്പിക്കൽ ലാൻ എൻവയോൺമെൻറ്റ്. ഒരു ടിപ്പിക്കൽ ലാൻ എൻവയോൺമെൻറ്റിന് അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് റിക്വയർമെൻറ്റ്സ് നെഗ്ലിജിബിൾ ആണ്. Then requires less hardware and processing power than other routing methods. മറ്റുള്ള റൂട്ടിംഗ് മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിന് ലെസ് ഹാർഡ്വെയർസും ലെസ് പ്രോസസ്സിംഗ് പവറും മതി. അപ്പോൾ ഇത്രയാണ് ഒരു ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. RIP ആൻഡ് IGRP ഇസ് എ കോമൺലി യൂസ്ഡ് ഡിസ്റ്റൻസ് വെക്ടർ പ്രോട്ടോക്കോൾ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് ആൻഡ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ്. എന്താണ് ഇതിൻ്റെ റിലേഷൻ നോക്കാം. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് കാൽക്കുലേറ്റ്സ് ദ ബെസ്റ്റ് റൂട്ട് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പേര് പോലെ തന്നെ അതിൻ്റെ ബെസ്റ്റ് റൂട്ടാണ് സെലക്ട് ചെയ്യുക, ബെസ്റ്റ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ അതിൻ്റെ ബെസ്റ്റ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ഓൺ ദ ബേസിസ് ഓഫ് ലീസ്റ്റ് കോസ്റ്റ്. അത് പാത്തിൻ്റെ കോസ്റ്റ് ഏതാണോ കുറവ്, ഏത് പാത്തിലാണോ കോസ്റ്റ് കുറവ് ആ പാത്തായിരിക്കും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ സെലക്ട് ചെയ്യുക. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൽ അതിൻ്റെ ബെസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുക അതിൻ്റെ ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും. അതാണ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ഡയഗ്രാം ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. Then key difference between distance vector routing and link state routing. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. Bell-Manford algorithm is used for performing distance vector routing, whereas Dijkstra is used for performing the link state routing. നമ്മൾ പറഞ്ഞതാണ് മുമ്പേ, ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ബെൽ-മാൻഫോർഡ് അൽഗോരിതം ആണ്. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിക്സ്ട്ര അൽഗോരിതം ആണ്. അപ്പം അതാണ് ഫസ്റ്റത്തെ ഒരു കമ്പാരിസൺ. The next, in distance vector routing, the routers receive the topological information from the neighbor point of view. On the contrary, in link state routing, the router receives complete information on the network topology. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൽ അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നെയ്ബറിംഗ് നോഡ്സ്, നമ്മൾ പറഞ്ഞ നെയ്ബറിംഗ് നോഡ് ഇതിൻ്റെ കോപ്പി സെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് നെയ്ബറിംഗ് നോഡ് വഴിയാണ് കിട്ടുക. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്നാണ്, അല്ലെങ്കിൽ ഒരു റൂട്ടർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻസ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടർ വെച്ചിട്ടാണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. ദ നെക്സ്റ്റ് point, distance vector routing calculates the best route based on the distance as the number of hops, as against link state routing calculates the best route on the basis of least cost. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൽ അതിൻ്റെ പാത്ത് റൂട്ട് സെലക്ട് ചെയ്യുക നമ്മൾ ബെസ്റ്റ് വെച്ചിട്ട്, അതായത് ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് നോക്കിയിട്ട്, അതായത് ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണ് നോക്കുക. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ അതിൻ്റെ കോസ്റ്റ് വെച്ചിട്ടാണ് നോക്കുക, അതായത് ലീസ്റ്റ് കോസ്റ്റ് വരുന്ന പാത്ത് ഏതാണ് ആ പാത്താണ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിൽ നമ്മൾ സെലക്ട് ചെയ്യുക. The next point, link state routing updates only the link state, while distance vector routing updates full routing table. ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അപ്ഡേറ്റ് ചെയ്യുക, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിലെ അൽഗോരിതം അത് അപ്ഡേറ്റ് ചെയ്യുക, അതിൻ്റെ ലിങ്ക് സ്റ്റേറ്റ് മാത്രം, ഇപ്പോഴത്തെ ലിങ്ക് സ്റ്റേറ്റ് മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൽ അത് ഫുൾ റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യും. ഇത് ഇത്രയും കാര്യമാണ് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ റൂട്ടിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. റൂട്ടിംഗ് അൽഗോരിതംസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റീവ്, നോൺ അഡാപ്റ്റീവ്, ദെൻ ഡീസെൻട്രലൈസ്ഡ്, ഗ്ലോബൽ, ലിങ്ക് സ്റ്റേറ്റ്, ഇത്രയും അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ്, ഒരു ഡാറ്റ പാക്കറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ബെസ്റ്റ് റൂട്ടിനാണ് നമ്മൾ പാത്ത് എന്ന് പറയാം. അത് ആ പ്രോസസ്സിന് നമ്മൾ റൗട്ടിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ റൂട്ടിംഗ് എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. താങ്ക് യു.